നമസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രസ്താവനകളും പ്രതികരണങ്ങളും പലപ്പോഴും വിവാദങ്ങളെന്ന പോലെ ട്രോളുകളായി മാറിയിട്ടുണ്ട്. പാർട്ടി പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാർട്ടിയെ വെട്ടിലാക്കി EP-യുടെ വിവാദങ്ങൾ നിരവധിയുമാണ്. അതിലേക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവന. തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ എതിർക്കുന്ന നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. ജയിലിൽ കിടക്കുന്നത് പാവങ്ങളാണെന്നും വേതനം വർദ്ധിപ്പിച്ചതിനെ എന്തിനാണ് എതിർക്കുന്നതെന്നുമാണ് EP ചോദിക്കുന്നത്. തടവുകാരുടെ വേതന വർധനവിനെ എതിർക്കുന്നവർ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് അദ്ദേഹം പറയുന്നു. ജയിലിൽ സോപ്പോ മറ്റോ വാങ്ങണമെങ്കിൽ ഈ തുകയാണ് ഉപയോഗിക്കുന്നത്. കൊലക്കുറ്റം ചെയ്തവർ വരെ ഉണ്ടാകും. പലരും സാഹചര്യം കൊണ്ടാണ് കുറ്റവാളികളായത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോകുന്നവർക്ക് തുക കൊണ്ട് നാട്ടിലേക്ക് പോകാമെന്നും ജയരാജൻ പറഞ്ഞു. തടവുകാരുടെ കൂലി കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. 620 രൂപയാണ് വേതനം ഉയർത്തിയത്. അന്തേവാസികളുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നടപടിയെന്നാണ് വേതന വർധനവിൽ സർക്കാരിന്റെ വിശദീകരണം. ഇതിനെ ന്യായീകരിച്ചാണ് EP-യും രംഗത്തെത്തിയത്. എന്നാൽ പതിവ് പോലെ EP-യുടെ പ്രസ്താവന ട്രോളിനും കാരണമായിട്ടുണ്ട്. K. പത്മകുമാറും വാസുവും തുടങ്ങി സകല സഖാക്കളും അകത്താണെന്നും അവർക്ക് വേണ്ടിയാണ് വേതന വർധനവെന്നാണ് പരിഹാസം. EP ജയരാജൻ നടത്തിയ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് K. M. ഷാജി രംഗത്തെത്തിയിട്ടുണ്ട്. ക്രൂരകൃത്യം ചെയ്ത തടവുപുള്ളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിച്ചത് ശരിയല്ലെന്നും EP ജയരാജൻ മാപ്പ് പറയണമെന്നുമാണ് K. M. ഷാജി ആവശ്യപ്പെടുന്നത്. EP ജയരാജന്റെ പരാമർശം തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഷാജി വിമർശിച്ചു. 2018 ശേഷം ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് എന്നിങ്ങനെ 3 കാറ്റഗറികളിലായി 10 ഇരട്ടി വരെ വേതന വർധനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കിൽഡ് ജോലികൾക്ക് 152 രൂപയിൽ നിന്ന് 620 രൂപയായും സെമി സ്കിൽഡ് ജോലികൾക്ക് 127 നിന്ന് 560 രൂപയായും അൺസ്കിൽഡ് ജോലികൾക്ക് 63 നിന്ന് 530 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചത്. 4 സെൻട്രൽ ജയിലുകളിലെ തടവ് പുള്ളികൾക്കാണ് വേതനം നൽകി വരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ തടവുകാർക്ക് വേതനം കുറവാണെന്ന കണ്ടെത്തലാണ് വർധനവിന് കാരണം. മുകേഷിനെതിരായ അതേസമയം അടുത്ത കാലത്തായി EP ജയരാജൻ നടത്തിയ പല പ്രസ്താവനകളും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പീഡന ആരോപണത്തിൽ രാഷ്ട്രീയ എതിരാളികൾ മുകേഷിന്റെ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചതോടായിരുന്നു അദ്ദേഹം മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. മുകേഷിൻ്റേത് നാളുകൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. സിനിമയും രാഷ്ട്രീയം വേറെയാണെന്നുമായിരുന്നു EP ഇതിന് മറുപടി നൽകിയത്. സിനിമയ്ക്ക് സിനിമയുടേതായ ചില പ്രത്യേകതകളുണ്ട്. സിനിമയും സിനിമാ ലോകത്തുള്ള കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അത് പറയാമെന്നായിരുന്നു EP-യുടെ അന്നത്തെ വാദം. അതേസമയം EP-യുടെ പ്രസ്താവനകളിൽ എന്നും ഏറ്റവും രസകരമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ട്രോളന്മാർ ഇന്നും ആഘോഷമാക്കുന്നതും EP-യുടെ ഇൻഡിഗോ ബഹിഷ്കരണ പ്രഖ്യാപനവും ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയുമായിരുന്നു. നിലവാരമില്ലാത്ത കമ്പനിയാണ് ഇൻഡിഗോ എന്നും ഇതിനേക്കാൾ മാന്യമായ കമ്പനികൾ വേറെയുണ്ടെന്നുമായിരുന്നു 2022 ജൂലൈ 18 EP ജയരാജൻ പറഞ്ഞത്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു തള്ളിയതിൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയപ്പോഴായിരുന്നു അന്ന് LDF കൺവീനറായിരുന്ന EP ഇൻഡിഗോയ്ക്കെതിരെ രംഗത്തെത്തിയത്. എന്നാൽ പിന്നീട് ബഹിഷ്കരണം അവസാനിപ്പിച്ച് EP ജയരാജൻ ഇൻഡിഗോയിൽ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി അന്തരിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമായിരുന്നു മറ്റൊന്ന്. ഇതും വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു. മുഹമ്മദ് അലി കേരളത്തിന്റെ പ്രശസ്തി ലോകരാഷ്ട്രങ്ങളിൽ എത്തിച്ചു എന്നായിരുന്നു ഒരു ചാനലിനോട് അദ്ദേഹം ലൈവായി വെളിപ്പെടുത്തിയത്. രൂക്ഷ വിമർശനങ്ങളും അന്ന് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്ന EP-യുടെ പ്രസ്താവനയും പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെയും വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു.